ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് 250 ml കപ്പിന് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വെച്ചാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 1/4 കപ്പ് നിറച്ച് വേണ്ട, 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് തന്നെ പാലാണ്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ചൂടായതും വേണ്ട, തണുത്തതും വേണ്ട. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോകരുത് കേട്ടോ. പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ ഈ വാനില എസൻസ് ചേർത്താൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഈ കേക്കിന്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാണ്ടേ നമ്മുടെ റവയൊക്കെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ഇത് ഒരിക്കലും നമ്മൾ റവയാണെന്ന് പറയല്ല കേട്ടോ. കറക്റ്റ് നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിനെ ഒന്ന് കളർഫുള്ളാക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഡ്രോപ്പ് മാത്രം മതി കേട്ടോ. 1 ഡ്രോപ്പ് യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ചേർക്കുക. ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ സ്റ്റീം ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ കാണാനൊക്കെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെറിയ പാത്രത്തിൽ ഒഴിച്ച് ബേക്ക് ചെയ്ത് എടുക്കാം, നമ്മൾ നോർമൽ കേക്ക് ചെയ്യുന്നത് പോലെ. എന്നിട്ട് ദാണ്ടെ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ വേറൊരു ചാനലിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാണ്ടേ നമ്മളെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തണുത്ത ശേഷം ഇതിൽ നിന്നും മാറ്റിക്കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തിയാണ്. ഇതാണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. റവയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികൾ ഇതുപോലെ എന്തിനെങ്കിലുമൊക്കെ വാശി പിടിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ എന്താണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഇതുപോലെയൊക്കെ സെർവ് ചെയ്ത് കൊടുത്താൽ അവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഞാൻ എന്താണ്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാവും. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ ചായക്കൊപ്പം കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.